നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കരുത്. തെളിവില്ലാത്ത ആരോപണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഗബ്രി, ഞാൻ ഉദ്ദേശിച്ചത്... നീ ഉദ്ദേശിക്കുന്ന എന്ത് തന്നെ ആയാലും... ഡോക്ടർ, എമിലിയെ തടയണ്ട. അവർക്ക് പറയാനുള്ളത് പറയട്ടെ. ഏതൊരു ചെറിയ ഇൻഫർമേഷനും പോലീസിന് വിലപ്പെട്ടതാണ്. നമ്മൾ അവഗണിക്കുന്ന ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇതുവരെ തുറക്കാത്ത ഒരു വാതിലിന് നേരെ ആവാം. പറയൂ ഡോക്ടർ എമിലി, ഈ മാർക്കോയുടെ മരണവും 5 സുന്ദരികളും തമ്മിൽ എന്താണ് ബന്ധം? പോലീസ് തേടുന്ന ആരവ് എന്ന പ്രതി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരാൾ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എങ്ങനെ അവിടെ എത്തി? ആര് സഹായിച്ചു? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് സർ. ഇപ്പോ ഇങ്ങനൊരു സംശയമായിട്ട് പോലീസിനെ സമീപിക്കാനുള്ള കാരണം എന്താ? മാർക്കോയുടെ മരണം നടന്നു കഴിഞ്ഞ ഉടൻ ഗബ്രിയുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പർ കോൾ വന്നിരുന്നു. എന്താ വിളിച്ചാള് പറഞ്ഞത്? രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു, ഇനി 5 പേർ ബാക്കിയുണ്ട്. അതായിരുന്നു ആ കോൾ. കോൾ ഹിസ്റ്ററി പോലും വരാത്ത ഒരു കോളിനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഡോക്ടർ ഗബ്രിയേൽ, ആ കോളിന്റെ അന്വേഷണത്തെ പറ്റി നിങ്ങൾക്കറിയാലോ? അതെനിക്കറിയാം സർ. ആ കോൾ ഹിസ്റ്ററിയിൽ വരുന്നില്ല, ദാറ്റ്സ് എ ട്രൂത്ത്. ബട്ട് ആ കോളിന് ഞാൻ സാക്ഷിയാണ്. ഗബ്രിക്ക് അങ്ങനെ ഒരു കോൾ വരുന്നുണ്ട്. ആ കോൾ ഹിസ്റ്ററിയിൽ വരാത്ത എന്താന്ന് പോലീസ് അന്വേഷിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ എവിടേക്കാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ സൂത്രധാരനിലേക്കാണ് ഞാൻ വരുന്നത്. സൂത്രധാരൻ? ആര്? 5 സുന്ദരികളുടെ ലീഡർ കിരൺ പ്രഭാകർ.